ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹണ്ടർ ഗെയിമിംഗ്. നമ്മുടെ ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. ആദ്യമായിട്ടാണ് തുടങ്ങിയത്. നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണ്. സോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് എങ്ങനെയാണ് ഫ്രീ ആയി ഗ്ലേഷ്യർ ലഭിക്കുക എന്നാണ്. ഇതിനെ നമുക്ക് റിവാർഡ് സെക്ഷനിൽ വന്നാൽ നമുക്കിവിടെ കാണാം ആക്യുറസി റിവാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 10 പ്രാവശ്യം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രെഡിക്റ്റ് ചെയ്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ, പ്രെഡിക്റ്റ് ചെയ്യുന്നത് കൃത്യമായാൽ ഒരു ക്ലാസിക് റേറ്റ് ഗ്രൂപ്പാണ്. 25 പ്രാവശ്യം പ്രെഡിക്റ്റ് ചെയ്ത് റെഡിയായാൽ ഒരു സ്യൂട്ടും, 50 പ്രാവശ്യമാണെങ്കിൽ ഒരു തോംസൻ്റെ കാർണിവൽ ക്രിട്ടർ എന്ന് പറഞ്ഞൊരു സ്കിന്നും. നെക്സ്റ്റ് റിവാർഡ് എന്ന് പറയുന്നത് M416 ഗ്ലേഷ്യറാണ്. അത് ഫൈനൽ റിവാർഡാണ്. അതിൽ നോക്കാം, നമുക്ക് അവിടെ കൃത്യമായി നോട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലേയേഴ്സ് ഹു അച്ചീവ് ദി ഹയസ്റ്റ് വിൻ ബൈ ദി എൻഡ് ഓഫ് ദി ഇവൻറ്റ് വിൽ റിസീവ് ദി റിവാർഡ്. അതായത് ഈ ഇവൻറ്റിൻ്റെ അവസാനം ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വിന്ന്, അത് ഏറ്റവും കൂടുതൽ പ്രെഡിക്റ്റ് ചെയ്ത് വിജയിക്കുന്ന ആളുകൾക്കായിരിക്കും ഈ M416 ഗ്ലേഷ്യർ കിട്ടുക. അതിൽ തന്നെ മിനിമം വിൻസ് 50 ആയിരിക്കണം. 50 വിൻസെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ M4 ഗ്ലേഷ്യറിൻ്റെ ആ ലെവലിലോട്ട്, ആ സെക്ഷനിലോട്ട് നമ്മൾ എലിജിബിൾ ആവും. പക്ഷേ 50 എത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് കിട്ടില്ല. അതെല്ലാവരും ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ എടുക്കുന്ന ആളുകൾക്കായിരിക്കും ഇത് കിട്ടുക. ഉദാഹരണത്തിന് 100 പേരാണ് BGMI കളിക്കുന്നതെങ്കിൽ അതിൽ 50 പേര് കൃത്യം 50 പ്രാവശ്യം പ്രെഡിക്റ്റ് ചെയ്ത് നിൽക്കുക. 30 പേര് 60 പ്രാവശ്യം പ്രെഡിക്റ്റ് ചെയ്ത് നിൽക്കുക. ബാക്കിയുള്ള 20 പേര് 65 പ്രാവശ്യം പ്രെഡിക്റ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇവൻറ്റ് കഴിയുമ്പോൾ ആ 65 പ്രാവശ്യം പ്രെഡിക്റ്റ് ചെയ്ത 20 പേർക്ക് മാത്രമേ ഗ്ലേഷ്യർ ലഭിക്കുകയുള്ളൂ. കൃത്യം എല്ലാവരും ഓർക്കുക. നെക്സ്റ്റ് സെക്ഷനാണ് പാർട്ടിസിപ്പേഷൻ റിവാർഡ്. ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യും. കാരണം ജസ്റ്റ് നിങ്ങളെ ഈ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്താൽ മതി. 75 മാച്ചിലും അത് നിങ്ങൾ വിജയിക്കുകയോ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അതിലുള്ള എല്ലാ റിവാർഡും കിട്ടും. ക്ലാസിക് ക്രിയേറ്റ് കൂപ്പണും സപ്ലൈ ക്രിയേറ്റ് കൂപ്പണും എല്ലാം കിട്ടും. ഇത് നമുക്ക് ഇതിൻ്റെ ഹൗ ടു പ്ലേ ഇതിൻ്റെ റൂൾസ് നോക്കാം. ഇതിൽ ഹൗ ടു പാർട്ടിസിപ്പേറ്റ് എന്നുണ്ടാകും. എല്ലാവർക്കും അറിയാം, സിമ്പിളാണ്, നോക്കണ്ട. നമുക്ക് പ്രധാനമായും നോക്കേണ്ട ഗെയിം റൂളാണ്. ഈച്ച് മാച്ച് ക്യാൻ ബി സപ്പോർട്ട് വൺസ് പെർ അക്കൗണ്ട്. അത് ഒരു അക്കൗണ്ടിൽ നിന്ന് ഒറ്റ ടൈം മാത്രമേ, ഒറ്റ പ്രാവശ്യം സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. അതായത് ഒരു മാച്ചിൽ ഒരു ടീമിന് മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. വോട്ടിംഗ് ഈസ് അവൈലബിൾ ഫ്രം 5:30 AM ഫ്രം വാച്ച് ഓൺ ദി സെയിം ഡേ ആൻഡ് ദി നെക്സ്റ്റ് ഡേ. അതായത് 5:30 മുതൽ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു ടീമിന് മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. സപ്പോർട്ട് ചെയ്താൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. പിന്നെ വോട്ടിംഗ് ഈസ് ഓപ്പൺ അണ്ടിൽ ദി മാച്ച് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇന്നിങ്സ്. അതായത് ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സ് കഴിയുന്നവരെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ടൈമുണ്ട്. അതായത് ഒരു മാച്ചിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിൻ്റെ ബാറ്റിംഗ് കഴിയുന്നത്, അതായത് ഇപ്പോൾ ഒരു 18-19 ഓവറൊക്കെ ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് വോട്ടിംഗ് ചെയ്താൽ മതി. കാരണം അന്നേരത്തേക്ക് നമുക്കൊരു ഐഡിയ ഉണ്ടാകും ഏകദേശം ഏത് ടീമാണ് വിജയിക്കുന്നത്. പിന്നെ ഇപ്പോൾ മാച്ച് ഡിലേഡ് ആയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ മാച്ച് ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചെയ്ത വോട്ട് റീസെറ്റ് ആവും. പിന്നെ there is a time limit for support and win token, so please collect before they expire. So 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ കിട്ടിയ റിവാർഡ് ക്ലെയിം ചെയ്യണം. പിന്നെ പ്ലേയേഴ്സിൻ്റെ ലെവൽ 15 ആക്കണം, എല്ലാവർക്കും ആയിരിക്കും. പിന്നെ റിവാർഡ് ഇമെയിലിലൂടെയാണ് സെൻഡ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആദ്യത്തെ വീഡിയോ ഉണ്ട്. കുറേ മിസ്റ്റേക്ക് സംഭവിച്ചെന്നറിയാം, ഒരുപാട് മിസ്റ്റേക്ക് സംഭവിച്ചെന്നറിയാം. എന്നാലും നിങ്ങൾ ക്ഷമിക്കുക. ഇതുപോലത്തുള്ള തുടർന്നുള്ള ഒരുപാട് വീഡിയോകൾക്കായി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ കണ്ടൻറ്റുകൾ ചെയ്യാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ചെയ്യുന്നതായിരിക്കും.